നമസ്കാരം. പ്രഭാത കേരളം തുടരുകയാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുള്ളത് അട്ടപ്പാടിയിൽ, അട്ടപ്പാടി കോവിലിന്റെ മുമ്പിൽ, മല്ലീശ്വരൻ കോവിൽ മുമ്പിലാണ്. ഇവിടെ ഈ മല്ലീശ്വരൻ കോവില് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. നമ്മളെ ഈ സിനിമയിലും പല നോവലുകളിലൊക്കെ ഇത് ഈ മല്ലീശ്വരൻ മുടിയും മല്ലീശ്വരൻ കോവിലൊക്കെ രാമകൃഷ്ണന്റെ പൊന്നിയുടെ നാടും അതെ ആ നോവൽ ഇതാണ്. അതേപോലെ സിനിമയാക്കിയപ്പോ ഒരു പാട്ടല്ലോ, മാർഗഴിയിൽ മല്ലിക മല്ലി മുല്ലപ്പൂവ്, നാട്ടിലെ മുല്ലപ്പൂവാണ് ഇവിടുത്തെ മല്ലി. മല്ലീശ്വരനും മല്ലന്റെയും മല്ലീശ്വരന്റെയും ഒക്കെ ഐതിഹ്യങ്ങളും കഥയുണ്ട്. മല്ലീശ്വരൻ മുടിയുണ്ട്, മല്ലീശ്വരൻ മുടിയിലെ വിളക്കുണ്ട്. ഈ വിശേഷങ്ങളിലൊക്കെ വരെ നമ്മോടൊപ്പം പ്രസാദ് ക്ഷേത്ര പരിസരത്ത് തന്നെയുണ്ട്. പ്രസാദ്, ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ഒരു ശിവരാത്രി ദിനത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു സംപ്രേഷണം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ആദ്യം ഈ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെക്കുറിച്ച്, ഐതിഹ്യത്തെക്കുറിച്ച്, അട്ടപ്പാടി മല്ലീശ്വരം ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തിന്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ ഒന്ന് വിവരിക്കാമോ പ്രസാദ്? ഗുഡ് മോർണിംഗ് പ്രദീപ്, അനുബോധ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്നതാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്ര ഉത്സവമാണ് അട്ടപ്പാടിയിലെ മല്ലീശ്വരം വിളക്ക്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു ഉത്സവം കൂടിയാണുള്ളത്. നമ്മൾ നിൽക്കുന്ന ക്ഷേത്ര പരിസരത്താണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് ശിവരാത്രി ദിവസം മലപൂജാരിമാർ, നൂറുകണക്കിന് മലപൂജാരിമാർ ഇവിടെയുള്ള മല്ലീശ്വരം മുടിയിൽ, ഏറെക്കുറെ 4000 അടിയോളം ഉയരമുള്ള മല്ലീശ്വരം മുടിയിൽ കയറി അവിടെ വൈകിട്ട് ദീപം തെളിയിക്കുന്നതാണ് മല്ലീശ്വരം വിളക്ക്. ഈ മല്ലീശ്വരം വിളക്ക് കാണുന്നത്, അതായത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം അവരുടെ, ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഇത്രയും ഉയരത്തിലുള്ള ഈ മല്ലീശ്വരം മുടിയിൽ ഉച്ചയോടുകൂടി മലപൂജാരിമാർ കഠിന വ്രതമെടുത്ത്, അവർ കഴിഞ്ഞ ഒരാഴ്ചയായി കഠിന വ്രതമാണ്, 41 ദിവസം വരെ വ്രതമെടുക്കുന്ന ആളുകളുണ്ട്. ആ 7 ദിവസവും ഈ ഇതിനോട് ചേർന്ന് വിളക്ക് തൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 7 ദിവസങ്ങളിൽ കഠിന വ്രതമാണ് അവർ എടുക്കുക. കഠിന വ്രതമെടുത്ത മലപൂജാരിമാർ നമ്മളിൽ കാണുന്ന മലമുകളിൽ പോയി അവിടെ വൈകിട്ട് 6:30 ദീപം തെളിയിക്കും. അതിനെയാണ് മല്ലീശ്വരം വിളക്ക് എന്ന് പറയുന്നത്. ശിവരാത്രി ദിവസം ഈ മല്ലീശ്വരം വിളക്ക് കാണാൻ അട്ടപ്പാടിയിൽ നിന്ന് മാത്രമല്ല മറ്റു സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ എത്തും. അതോടൊപ്പം തന്നെ ശിവനും പാർവതിയും കുടികൊള്ളുന്ന മല എന്നതാണ് വിശ്വാസം. നിരവധി വാമൊഴി വിശ്വാസങ്ങളുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി വസത്തിയൂരിലെ മുമ്പർ കൂടി ചേരുന്നുണ്ട്. നമ്മൾ ഈ മല്ലീശ്വരം വിളക്കുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷമാണ്. എന്താണ് നമ്മളുടെ വിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട്? ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള കൊക്കപാട്ടിന്റെയും നണ്ടിപ്പാട്ടിന്റെയും അവകാശത്തിൽപ്പെട്ട അമ്പലമാണിത്. അപ്പോൾ ഇത് നടത്തി വരാറുള്ളത് വസത്തിയൂർ കൊല്ലങ്കടക്കാരാണ് താഴെ നടത്തി വരാറുള്ളത്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ മുത്തച്ഛൻ ഒരു മുടുക വിഭാഗത്തിലെ ഒരു സ്ത്രീനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ മലയിൽ ദീപം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മുടുക വിഭാഗത്തിൽപ്പെട്ട 2 ഊരുകാരാണ് ഇപ്പം മലയിൽ പോയി ദീപം തെളിയിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ അവകാശം. ഇത് ശിവനും പാർവതിയുമാണെന്നാണോ വിശ്വസിക്കുന്നത്? അതെ, ശിവനും പാർവതിയായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇത്തവണ ആരാണ് മലയിൽ പോയി പൂജ ചെയ്ത്? അബ്ബണ്ണൂരിലെ കുടുംബക്കാരാണ്. ഒരു തവണ അബ്ബണ്ണൂർ ഊരുകാരാണെങ്കിൽ അടുത്ത തവണ പട്ടിക്കൽ ഊരുകാരാണ്. അതെ. ഈ ക്ഷേത്രത്തിലെ പൂജാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, വസത്തിയൂർ കൊല്ലങ്ങളെ ഇരുള വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതെ. ഇത് എത്ര കാലമായിട്ടുള്ള ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്? ഇത് ഒരുപാട് നൂറ്റാണ്ടുകൾ കടന്നുപോയത്. അതെ. നമ്മളോടൊപ്പം അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്ന ആളുകളുണ്ട്. അമ്മ, നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് മല്ലീശ്വരം വിളക്ക് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ഉത്സവം? ഇത് ഗോത്രവംശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. എന്നും ഏത് ദൈവം എവിടെ പോയാലും ഞങ്ങൾക്ക് മല്ലീശ്വരം എന്ന് പറഞ്ഞാൽ ഇത് ഒരു എന്താണ് വനത്തിലുണ്ടായ മുത്തച്ഛന്മാരുടെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്ന ഒരു ദൈവമാണ്. അതിപ്പോൾ ഞങ്ങൾക്ക് നല്ല എല്ലാ കാര്യവും നടത്താനും ഞങ്ങൾക്ക് അതൊരു കുലദൈവമായിട്ടും ഞങ്ങളിൽ സ്വന്തം ദൈവമായിട്ടും മല്ലീശ്വരൻ എന്ന് പറഞ്ഞാൽ മല്ലി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ഈ ദേശത്തേക്ക് ഒരു അവതാരത്തിൽ വന്നതാണ് എനിക്കറിയപ്പെടുന്നത്. വലിയ പാട്ടുകൾ, അതായത് മല്ലീശ്വരനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടൊന്ന് പാടാമോ? പാടാം. നിന്നെ പാകാനാം വന്ദേ മീശ്വര, അട്ടപ്പാടി ദേവ മല്ലീശ്വര, നിന്നെ പാകാനാം വന്ദേ മീശ്വര, മല്ലീശ്വര
നിന്നെ പാക്കാനാമ വന്ദേമീശ്വര விரதமிருந்து நித்த சன்னிதானத்துக்கு வந்தேமீஸ்வரா வருஷாத்தி 7 நாள் விரதமிருந்து நித்த சன்னிதானத்துக்கு வந்தேமீஸ்வரா மல்லீஸ்வரா தேவ மல்லீஸ்வரா மல்லீஸ்வரா தேவ மல்லீஸ்வரா நின்னே பாக்க நாம வந்தேமீஸ்வரா നിന്നെ പാക്കാനാമ വന്ദേമീശ്വരാ. ശരിക്ക് നമ്മൾ 7 ദിവസം ഈ വ്രതം എടുക്കുന്നതിനെ പറ്റിയുള്ള പാട്ടാണല്ലേ? 7 ദിവസം പറയുമ്പോ ഇപ്പൊ മലപൂജാരികൾ 7 ദിവസം അവര് പുഴയിൽ വീട്ടിലേക്കൊന്നും പോകാതെ പുഴയിൽ ഒരു ചെറിയൊരു കുടില് പോലെ കെട്ടി ഇപ്പൊ പിന്നെ ഒരു അമ്പലം സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ അവര് 7 ദിവസം കഠിനമായ വ്രതത്തിലായിരിക്കും. ഒരു നേരത്തെ അരിഭക്ഷണവും കഴിച്ച് ബാക്കി പാലും പഴവും പിന്നെ ചീര വിത്ത് കൊണ്ടുള്ള പൊരി അത് മാവാക്കി അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അവർ വ്രതം എടുക്കുന്നത്. ഞങ്ങളും 1 മാസത്തോളം വ്രതം എടുക്കുന്നവരുമുണ്ട്. 7 ദിവസം കഠിന നല്ല ഒരു രീതിയിലുള്ള വ്രതവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ഉത്സവമാണ് ഞങ്ങൾക്ക്. നമുക്ക് ഓണം എങ്ങനെയാണോ ആ കേരളത്തിലെ പ്രാധാന്യം, അതുപോലെ അട്ടപ്പാടിയിലെ ഗോത്രവർഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും വിറ്റിട്ടെങ്കിൽ അവർ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് അവർ ആഘോഷിക്കുക. നല്ലൊരു സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന് ഞങ്ങൾ. ഈ മലപൂജാരിമാര് വ്രതം എടുക്കുമ്പോൾ നമ്മൾ വീട്ടിലും നമ്മൾ വ്രതം എടുക്കും. എടുക്കും എല്ലാവരും. അതായത് ഗോത്രവർഗത്തിലെ ഓരോ ഓരോ ആൾക്കാരും വീടുകളിൽ എടുക്കും. പക്ഷെ അവര് പ്രത്യേകമായിട്ട് വീട്ടിൽ നിന്ന് അകന്നു നിന്നാണ് അവര് വ്രതം എടുക്കുന്നത്. ഈ പൊട്ടിക്കല്ല് അപ്പണ്ടൂര് ഊരുകാരാണല്ലോ വിളക്ക് കൊളുത്താനുള്ള അവകാശമുള്ളത്. ഈ മറ്റുള്ള ഊരുകാർക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ലേ? പോകാൻ കഴിയില്ലേ പറഞ്ഞാൽ അത് ഒരു വിഭാഗക്കാർക്ക് മാത്രം, മുതുക വിഭാഗക്കാർക്കാണ് മല കയറാനുള്ള അവകാശം. അപ്പോൾ താഴെ പൂജാതി കാര്യങ്ങൾക്കൊക്കെ ഇരുള വിഭാഗത്തിലെ അങ്ങനെ ഒരു ഇത് പണ്ട് തൊട്ടേ ഉള്ളത് കാരണം അതിലൊരു മാറ്റം വരാൻ സാധ്യതയില്ല. ഈ ക്ഷേത്രത്തിൽ എല്ലാ തവണയും വരുന്നതാണോ നമ്മൾ? ഞങ്ങൾ എല്ലാ തവണയും വരുന്നവരാണ്. അത്രയും വിശ്വാസമാണ്. അത്ര വിശ്വാസം നമ്മുടെ അട്ടപ്പാടിയിൽ മാത്രം, ചെന്നൈയിൽ നിന്നും കുറെ പേര് വരുന്നുണ്ട്. കോയമ്പത്തൂർ, ചെന്ന, മധുര, ഇങ്ങനെ കുറെ സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്ന് ഈ അമ്പലത്തിന്റെ വിശ്വാസം ഉള്ളവർ മൊത്തം ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർക്ക് പറ്റാവുന്ന സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്യാറുണ്ട്. ഈ അമ്പലത്തിലെ ശിവരാത്രിക്ക് മാത്രമല്ലല്ലോ, എല്ലാ ദിവസവും പൂജകളും ക്ഷേത്ര പൂജയാണ്. എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പൊ ഉണ്ട്. അന്ന് ശിവരാത്രി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോ കാലങ്ങൾ മാറിയതല്ലേ, അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും പൂജകളുണ്ട്. എല്ലാ ജനങ്ങളും വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, എന്താണെന്നറിയാം, ഞങ്ങളുടെ ദൈവം ഇപ്പോൾ ഞങ്ങൾ തന്നെ നടത്താനുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഞങ്ങൾ തന്നെ നടത്തിയതാണ്. ഇപ്പം അത് ദേവസ്വം ബോർഡിലേക്ക് പോകാനായി. അത് തർക്കങ്ങളും കച്ചറകളും ഉണ്ടായതുകൊണ്ട് അത് ദേവസ്വം ബോർഡിലേക്ക് അടിമപ്പെടുത്തിയിട്ടുണ്ട്. അത് എനിക്ക് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്കത് കിട്ടുമോ എന്തെന്നുള്ള സങ്കടങ്ങളുണ്ട്. ദൈവം ഞങ്ങളെ കാത്തു രക്ഷിച്ച് ഞങ്ങളോട് നല്ല രീതിയിൽ ഇരുന്ന ആ ദൈവം ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വിളക്ക് കണ്ട ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? അതായത് ഊരുകളിൽ നിന്നാണോ കാണുന്നത്? അതായത് ഊരുകളിൽ നിന്ന് കാണും. ഭക്ഷണങ്ങളൊക്കെ ആയി, വിളക്ക് കണ്ടിട്ടേ ആർക്കും കഴിക്കാം. അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇന്ന് രാത്രി എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഇന്ന് രാത്രി ഉണ്ടാവും. 3 രാത്രി ഉണ്ടാവും. അതായത് ഇന്ന് രാത്രി നമ്മളുടെ കാരണവന്മാർക്ക് വെച്ച വിളമ്പി അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്ത് വെച്ച് അതിന്റെ പ്രാധാന്യമാണ് ഇന്ന് വീടുകളിലും നടക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നിട്ട് പൂജ കൊടുത്ത് അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയാണ്. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ആഘോഷമാണ്. 3 ദിവസത്തെ ആഘോഷം എന്നതാണ് അവർ പറയുന്നത്. നമുക്ക് കാണാം, ഇപ്പോൾ ക്ഷേത്രത്തിൽ പൂജ നടക്കുകയാണ്. അതോടൊപ്പം മേളവും അവിടെ നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായും ഗോത്ര വിഭാഗത്തിന്റെ അവരുടെ നിയന്ത്രണത്തിലുള്ള അവരാണ് ഇതിലെ പൂജാ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക. ഉത്സവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാം തന്നെ ചെയ്യുന്നത്. നേരത്തെ അവർ പറഞ്ഞതുപോലെ 7 ദിവസം മലപൂജാരിമാർ കഠിന വ്രതത്തിലായിരിക്കും. നമ്മൾ നേരത്തെ കാണിച്ച തൊട്ടുപുറകിൽ കാണിച്ച ഈ ക്ഷേത്രത്തിൽ പൊട്ടിത്തെറിച്ച മല്ലീശ്വര മുടിയിലേക്ക് ഒരു 11:00 കൂടിയാണ് മലപൂജാരിമാർ കയറിപ്പോകുക.
അവിടെ നിന്ന് 6:30 കൃത്യം 6:30 തന്നെ ഈ മലമുകളിൽ ഏറെ 4000 അടിയോളം ഉയരമുള്ള ഈ മലയാണ് മല്ലീശ്വരം മുടി എന്ന് പറയുന്നത്. അട്ടപ്പാടിയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ മല. ഈ മലയ്ക്ക് മുകളിലെത്തി അവർ ദീപം തെളിയിക്കുന്നു. അതാണ് മല്ലീശ്വരം വിളക്ക്. മല്ലീശ്വരം വിളക്ക് വിശ്വാസപ്രകാരം അട്ടപ്പാടിയിലെ വളരെ കുറഞ്ഞ ഊരുകൾ ഒഴിച്ച് മറ്റ് ഭൂരിഭാഗം ഊരുകളിൽ നിന്നും മല്ലീശ്വരം വിളക്ക് കാണാൻ കഴിയും. ഈ വിളക്ക് കണ്ടതിന് ശേഷമാണ് ഊരുകാർ ആഘോഷമായി ഇവിടെ മല്ലീശ്വരം ക്ഷേത്രത്തിലേക്ക് അവർ വരിക. ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ ആഘോഷമായിരിക്കും. നാളെ മലപൂജാരിമാർ മടങ്ങി വരുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷം. മലപൂജാരിമാരിൽ നിന്നും തീർത്ഥജലം വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ കാത്തിരിക്കും. അത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, മുഴുവൻ ആളുകളും, അട്ടപ്പാടിയിലുള്ള വിശ്വാസികളായ മുഴുവൻ ആളുകളും ആ സമയത്ത് ഇവിടെ വരികയും ആ തീർത്ഥജലം വാങ്ങാൻ വേണ്ടി എത്തുകയും എല്ലാം തന്നെ ചെയ്യും. എന്തായാലും ശിവരാത്രി ആഘോഷത്തിന്റെ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിവരാത്രി ആഘോഷമാണ് മല്ലീശ്വരം വിളക്ക്. വരും മണിക്കൂറുകളിൽ നമ്മളിതിലെ ഓരോ ചടങ്ങുകളും പ്രേക്ഷകരിലേക്ക് എത്തും. അടുത്തത് മലപൂജാരിമാരുടെ ഒരുക്കങ്ങളുണ്ട്. അവർ മുളന്തണ്ടിലാണ് തീർത്ഥജലം കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുപോകുക. അതിന്റെ മുളന്തണ്ട് ഒരുക്കുന്ന കാഴ്ചകൾ, അതോടൊപ്പം തന്നെ ഇവിടെ ആട്ടവും പാട്ടും എല്ലാം തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ്, പ്രധാനപ്പെട്ട ശിവരാത്രി ഉത്സവമാണ്. നമ്മൾ അതിന്റെ എല്ലാ ചടങ്ങുകളും സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ചടങ്ങുകളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.